ദേശീയപാത നിർമ്മാണത്തിനിടെ തുറവൂരിൽ അപകടമുണ്ടായി. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്പാൻ തകർന്നു വീണു. അതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാലത്തിൽ നിന്ന് സ്കൈ ബീം ഇറക്കുന്നതിനിടെ ഇരുമ്പ് വടം പൊട്ടിപ്പോയി. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് റാഫി കരിമി ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? SKN പുലർച്ചെ 5 മണിയോടുകൂടിയാണ് തുറവൂരിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അരൂർ തുറവൂർ ദേശീയപാതയുടെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ സ്കൈ ബീം ഈ തുറവൂരിലേക്ക് എത്തിച്ചത്. ഈ സ്കൈ ബീം ഗാർഡറുകൾ സ്ഥാപിച്ചതിന് ശേഷം താഴേക്ക് ഇറക്കുന്നതിനിടയിൽ ക്രെയിനിൻ്റെ വടം പൊട്ടി വീണാണ് താഴേക്ക് പതിച്ചത്. ഇതേ സമയം തന്നെ ഇതിൽ തൊട്ട് താഴെയുള്ള റോഡിലൂടെ ഗതാഗതം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഒഴിവായത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായിരുന്നു. എന്തായാലും വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്കൈ ബീം എന്ന് പറയുന്നത് ടൺ കണക്കിന് ഇരുമ്പുള്ള, അതായത് അത്രമേൽ വലിപ്പമുള്ള 25 അടിയോളം നീളവും ഒപ്പം തന്നെ 3 അടിയോളം വീതിയുമുള്ളൊരു സ്കൈ ബീമാണ്. അത് ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്കൈ ബീമാണ് ഈ വടം പൊട്ടി താഴേക്ക് വീണത്. ഏകദേശം 8 അടി ഉയരത്തിൽ നിന്നാണ് ഈ സ്കൈ ബീം താഴേക്ക് പതിച്ചത്. ഇതേ സമയം തന്നെ ഈ റോഡിലൂടെ ഗതാഗതമുണ്ടായിരുന്നു. വാഹനങ്ങളില്ലാത്തതിനാലാണ് അപകടം ഒഴിവായത്. നേരത്തെ തന്നെ ഈ ഉയരപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ദേശീയപാതയിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു. നേരത്തെ പലപ്പോഴും കോൺക്രീറ്റിൻ്റെ വലിയ പാളികൾ അടർന്ന് താഴേക്ക് വീഴുകയും ഒപ്പം വാഹനങ്ങളിലേക്ക് വീഴുകയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൻ്റെ ഭാഗമായുള്ള മുൻകരുതലുകളൊന്നും ഇത്തരത്തിലൊരു വലിയ ഒരു ഇരുമ്പ് ഭാഗം മാറ്റുമ്പോൾ 2 ക്രെയിൻ ഉപയോഗിച്ചിരുന്നു. ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ഇരുമ്പ് ഭാഗം മാറ്റുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ തൊട്ടു താഴെ വാഹനങ്ങൾ പോകുന്ന പാതയിൽ ഗതാഗതം നിരോധിക്കാതെയായിരുന്നു ഇത്തരത്തിൽ ജോലികൾ ചെയ്തത്. എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.